ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ അത്തം നഗറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്തച്ചമയത്തിന് ശേഷം നമുക്കവിടെ പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഓണത്തിന് വീട്ടിൽ വന്നപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചൂട്ടനും കൂടി ഞാനും ചേട്ടനും കൂടെ പോവുകയാണ് കേട്ടോ. നമ്മളൊരു വൈകിട്ട് ഒരു 5:45 ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അപ്പോൾ ആ സമയം നമ്മൾ രാത്രി ആയിരിക്കുമല്ലോ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗി. അപ്പോൾ നമ്മളങ്ങനെ പോകണം. അപ്പോൾ ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി കൂടി ആയതുകൊണ്ട് നമ്മൾ തിരുവാങ്കുളത്ത് എത്തിയപ്പോഴത്തേന് അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ ആണെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിലേക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തുറ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തവണ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അത്തം നഗറിൻ്റെ മെയിൻ എൻട്രൻസിലേക്കാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇന്നും കൂടി ഉള്ളു കേട്ടോ ഇവിടുത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അത്തം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം എന്നാണ് പറയുന്നത്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് നമുക്ക് 4-ാം ഓണത്തിൻ്റെ അന്ന് വരെ ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവധി ദിവസവും കൂടിയായിരുന്നു, സൺഡേ ആയിരുന്നല്ലോ. പോരാത്തതിന് പിറ്റേ ദിവസം സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് ഒത്തിരി പേര് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറേ അധികം കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. എന്നാലും വലിയ വ്യത്യാസം എന്നൊക്കെ പറയാനായിട്ട് എപ്പോഴും വരുന്ന റൈഡുകളും ഒക്കെ തന്നെയായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അച്ചൂട്ടനും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് കുഞ്ഞാണല്ലോ, നമുക്ക് അധികം ഒന്നിനും കയറാനും പറ്റില്ല. എല്ലാത്തിലും 5 വയസ്സ് താഴെയുള്ള പിള്ളേർക്കാണല്ലോ കയറാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒത്തിരി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന അച്ചൂട്ടനൊക്കെയാണ് തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ആദ്യമായിട്ടാണ് ആളിങ്ങനെയുള്ളതൊക്കെ കാണുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന നീരാളി പോലത്തെ ട്രെയിനിലൊക്കെ കയറാനായിട്ടുണ്ട്. പക്ഷേ അച്ചൂട്ടിനും കൊണ്ട് കയറുമ്പോൾ ആൾ കരഞ്ഞാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ കയറിയില്ലായിരുന്നു. പിന്നെ അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അച്ചൂട്ടിന്. അതൊക്കെ അച്ചൂട്ടിന് ഒത്തിരി എൻജോയ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ ഈ ആകാശൂഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊരു ആൾ വീണ് പരിക്കേറ്റെന്നൊക്കെ പറഞ്ഞു. എന്നാലും ആൾക്കാർ ഇതിനകത്ത് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അതിനുള്ള സേഫ്റ്റിയൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ ആളുകളൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റൈഡ് അതിലൊക്കെ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ കയറാൻ. എനിക്ക് തോന്നുന്ന ആ ഒരു ന്യൂസ് കണ്ടുകൊണ്ട് ആൾക്കാർ കയറാൻ പേടിച്ചിട്ട് കയറാതിരുന്നതാണെന്ന് തോന്നുന്നു. എന്നാലും ആവശ്യത്തിന് നല്ല തിരക്കില്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. എല്ലാവരും സേഫായിട്ടുള്ളതിലേക്കാണ് കേട്ടോ കയറിയത്. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു റിങ് എറിഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മൾ ബിസ്ക്കറ്റ്, ഹോർലിക്സ് അതുപോലെ ഒത്തിരി ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അതിൽ റിങ് വീഴ്ത്തിയിട്ട് അതിൽ കറക്റ്റായിട്ട് റിങ് വീഴുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത്. അപ്പം 50 രൂപയ്ക്ക് 8 റിങ്ങാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളതൊന്ന് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ വന്നിട്ട് ഞങ്ങൾ കണ്ടത് നമ്മൾ ബോൾ എറിഞ്ഞിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് ആ നമ്പറിൽ കിട്ടുന്ന ഒരു ഗിഫ്റ്റ് കിട്ടുന്ന, അതായത് സമ്മാനം കിട്ടുന്ന ഒരിത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കളിക്കുന്നത് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഗെയിമായിരുന്നു. അപ്പം ഞങ്ങളും വെറുതെ ഒന്നത് ട്രൈ ചെയ്തു. ഇത് 50 രൂപയ്ക്ക് നമുക്ക് 6 ബോൾ കിട്ടും കേട്ടോ. അപ്പോൾ ചേട്ടനും ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ചേട്ടനിട്ടിപ്പം നമ്പർ 15 ആയിരുന്നു കേട്ടോ വന്നത്. നമുക്ക് 16 തൊട്ട് 16 അല്ല 18 തൊട്ട് 36 വരെയുള്ള നമ്പറിലാണ് നമുക്ക് ഗിഫ്റ്റുകൾ ഇരിക്കുന്നത്, ആ സമ്മാനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചേട്ടന് 15ആണ് കിട്ടുക. അപ്പോൾ ചേട്ടൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്കായിരുന്നു അത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 കേട്ടോ. അപ്പോൾ 22 നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയൊരു ബക്കറ്റ്, ഒരു ചെറിയൊരു അടപ്പൊക്കെ ഉള്ള ഒരു ചെറിയ ബക്കറ്റ് പോലത്തെ ഒരു ഇതാണ് കേട്ടോ കിട്ടിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒത്തിരി എന്താ പറയുക, നമ്മൾ ഈ ആലുവ മണപ്പുറത്ത് വരുന്നത് പോലെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ കണ്ടായിരുന്നു. ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ കമ്മലിൻ്റെ കുറേ സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ കണ്ട എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരിതാണ് കേട്ടോ നമ്മൾ 90s മിഠായിസൊക്കെ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ച ഒത്തിരി മിഠായിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ അതിലെ കുറച്ച് പാക്കറ്റുകളൊക്കെ മേടിച്ചിട്ട് നമ്മുടെ കട്ടി മിഠായി പോലുള്ള ഇതൊക്കെ, ചിലതൊന്നും ഞാനങ്ങനെ കഴിച്ചിട്ടില്ല കണ്ടിട്ടില്ല, ഇവിടുത്തെ മിഠായിസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനറിയാവുന്ന കുറച്ച് മിഠായിസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് നമ്മൾ മറ്റേ പണ്ടത്തെ ഗ്യാസ് മിഠായി അതൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പിന്നെ ഈ കോൽപ്പുളി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, അത് പിന്നെ ഈ മെലി ജെല്ലി അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ ഐറ്റംസ് കുറച്ച് മേടിച്ചു. പക്ഷെ അത് കഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് ടേസ്റ്റ് ഒന്നും എനിക്ക് പണ്ടത്തെ അത്ര ഉള്ളൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ടേസ്റ്റിന് നല്ലപോലെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ പണ്ട് കഴിച്ച ഒരു ടേസ്റ്റിൻ്റെ അത്ര അടുത്ത് പോലും ഇത് വരുന്നില്ല. കാരണം ഒത്തിരി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ചിലതൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ നല്ലതായിരുന്നു, എന്നാലും ചിലതിൻ്റെ ടേസ്റ്റുകളൊക്കെ ഭയങ്കര വ്യത്യാസമായിരുന്നു. പിന്നീട് ഞങ്ങൾ പോയത് ബുക്കുകളുടെയൊക്കെ ഒരു സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. ഒത്തിരി ബുക്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ മാധവിക്കുട്ടിയുടെയും ഒക്കെ ആയിട്ട് ഒത്തിരി ബുക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോൾ ഒത്തിരി വെറൈറ്റി ഐസ്ക്രീംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രീൻ ചില്ലിയുടെയും പിന്നെ ബിരിയാണിയുടെയൊക്കെ ഫ്ലേവർ വന്നിട്ടുള്ള ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടം നമ്മുടെ എന്താണ് ബ്ലൂബെറിയാണ്, അതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് വേറെ കുറച്ച് റൈഡുകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ അധികം നേരം ഞങ്ങളൊരു 8 മണി വരെയൊക്കെയാണ് അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ അത്തം നഗറിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ടാറ്റാ.